നമസ്കാരം. KC ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ടിൻഡോ ആന്റണി. പ്രധാന വാർത്തകൾ. മലയാളത്തിന്റെ വെള്ളി നക്ഷത്രത്തിന് ഇനി ശാന്തി കവാടത്തിൽ നിദ്ര. പത്മശ്രീ KP ഉദയഭാനുവിന് അന്ത്യാഞ്ജലി. പാചകവാതക വില വർധനവിനും ആധാർ കാർഡിനുമെതിരെ CPM പ്രതിഷേധം. കുട്ടനാട്ടിൽ കുടിവെള്ള പ്രശ്നം രൂക്ഷമാകുന്നു. കനത്ത വരൾച്ചയും തണ്ണീർമുക്കം ബണ്ട് താഴ്ത്തിയതും ജലലഭ്യതയ്ക്ക് തിരിച്ചടിയായി. KSRTC എംപ്ലോയീസ് അസോസിയേഷൻ പണിമുടക്കിന് മുൻപായി പഞ്ചദിന ധർണ ആരംഭിച്ചു. വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക്. പത്മശ്രീ KP ഉദയഭാനുവിന് KCV ന്യൂസിന്റെ ആദരാഞ്ജലികൾ. വെള്ളി നക്ഷത്രമേ നിന്നെ നോക്കി തുള്ളി തുളുമ്പുക എന്നെ മാമക ചിത്തത്തിലല്ല മാതക വ്യാമോഹമൊന്നും. 6 പതിറ്റാണ്ടായി മലയാള ചലച്ചിത്ര ഗാനശാഖയെ ധന്യമാക്കിയ KP ഉദയഭാനുവിന് ആയിരങ്ങളുടെ അന്ത്യാഞ്ജലി. ഞായറാഴ്ച രാത്രി 8:30 അന്ത്യം. 1 വർഷമായി പാർക്കിൻസൺസ് രോഗം ബാധിച്ച് കിടപ്പിലായിരുന്നു. 2009 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. ആകാശവാണിയിൽ ഗ്രേഡ് ആർട്ടിസ്റ്റായിരുന്നു അദ്ദേഹം. സിനിമാ ഗാനങ്ങൾക്ക് പുറമെ നാടകഗാനങ്ങളും ഒട്ടേറെ ലളിതഗാനങ്ങളും ചിട്ടപ്പെടുത്തുകയും ആലപിക്കുകയും ചെയ്തിട്ടുണ്ട്. ലളിതഗാനങ്ങൾ എല്ലാവരും രസിക്കും വിധം ചിട്ടപ്പെടുത്തുവാനുള്ള പ്രത്യേക കഴിവ് ഉദയഭാനുവിന് ഉണ്ടായിരുന്നു. ആകാശവാണിക്ക് വേണ്ടിയായിരുന്നു അധികവും പാട്ടുകൾ. കാലത്തെ അതിജീവിക്കുന്ന പാട്ടുകളുടെ വെള്ളി നക്ഷത്രത്തിന് ശാന്തി കവാടത്തിൽ ഇനി നിദ്ര. പാചകവാതക വില വർധനവിനും ആധാർ തട്ടിപ്പിനുമെതിരെ CPM പ്രതിഷേധം. വിവിധ ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിൽ ഓഫീസുകളിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. CPM ആലപ്പുഴ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ BSN ഓഫീസിലേക്കാണ് മാർച്ചും തുടർന്ന് ധർണയും നടത്തിയത്. ഓഫീസ് പടിക്കൽ നടന്ന ധർണ ജില്ലാ കമ്മിറ്റി അംഗം PP ചിത്തരഞ്ജൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം കോട്ടക്കൽ വിശ്വനാഥൻ അധ്യക്ഷനായി. വിലക്കയറ്റത്തിനെതിരായി ഈ ഗവൺമെന്റിന് ജനവിരുദ്ധമായ നയങ്ങൾക്കെതിരായിട്ടുള്ള നിരാഹാര സത്യാഗ്രഹം അടക്കമുള്ള കടുത്ത സമരമാർഗത്തിലേക്ക് നമ്മൾ നീങ്ങുവാൻ പോകുകയാണ്. ഇവിടെ കക്ഷി രാഷ്ട്രീയത്തിന്റെ പ്രശ്നമല്ല. ഇവിടെ ഏതെങ്കിലും ഒരു കക്ഷിയിലുള്ളവരല്ല ഈ വിലക്കയറ്റത്തിന് കെടുതി അനുഭവിക്കുന്നത്. ഇവിടെ UDF എന്നോ LDF എന്നോ BJP എന്നോ വ്യത്യാസമില്ല. ജനങ്ങളാകെ ഇന്ന് ഒരുപോലെ അനുഭവിക്കുന്ന പ്രശ്നമാണ് ഈ വിലക്കയറ്റം. അതുകൊണ്ട് വിലക്കയറ്റത്തിന് പരിഹാരമുണ്ടാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുവാൻ കേരളത്തിലെ ഗവൺമെന്റ് തയ്യാറാകണം. അതുപോലെ തന്നെ ഇന്ന് പാചകവാതക സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിക്കുവാനെടുത്തുള്ള തീരുമാനം പുനഃപരിശോധിക്കുവാൻ തയ്യാറാകണം. നമ്മുടെ നാട്ടിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളും പഴയകാലത്താണ് വിറക് കൊള്ളി ഉപയോഗിച്ചത്, പഴയകാലത്താണ് ഉണക്ക ചാണകം ഉപയോഗിച്ചത്, പഴയകാലത്താണ് ചിരട്ട ഉപയോഗിച്ചത്. അന്ന് തൊണ്ടും കൊതുമ്പും ചിരട്ടയും എല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് പാചകം ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ ഇന്ന് നാട്ടിലെ 99% ആൾക്കാരും അതെല്ലാം ഉപേക്ഷിക്കുകയാണ്. അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളടക്കം സൃഷ്ടിക്കുന്നതാണ്. സെക്രട്ടറി PK സോമൻ, സാം തോമസ്, VB അശോകൻ, VG വിഷ്ണു, അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു. കുടിവെള്ളക്ഷാമം കുട്ടനാട് താലൂക്കിൽ അതിരൂക്ഷമായി തുടരുമ്പോഴും അധികൃതർക്ക് അനക്കമില്ല. ക്രൂരമായ യാഥാർത്ഥ്യം വരൾച്ചയുടെ രൂപത്തിൽ കുട്ടനാട്ടുകാരെ തുറച്ചു നോക്കുകയാണ്. അതിജീവനത്തിന്റെ ഉറവകൾക്കായി ജനകീയ ഇടപെടലുകൾ അനിവാര്യമായിരിക്കുന്നുവെന്ന് ഇന്നത്തെ അവസ്ഥ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. കുട്ടനാടിന്റെ കുടിവെള്ളക്ഷാമത്തിനെതിരെ യാതൊരു രീതിയിലുമുള്ള ഒരു സഹകരണ മനോഭാവമോ അതിന് അനുകൂലമായ രീതിയിൽ ജനങ്ങളെ നല്ല വെള്ളം കുടിപ്പിക്കണമെന്നുള്ള ഒരു മനോഭാവത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു രീതി നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. കാരണം ഞാനൊക്കെ താമസിക്കുന്ന മേഖലയിൽ ഇവിടെ ഏറ്റവും നല്ല രീതിയിൽ കുടിവെള്ള ക്ഷാമമുള്ള മേഖലയാണ്. ഒരു ക്യാൻ കന്നാസിന് തന്നെ നമ്മൾ 35, 40, 50 രൂപ കൊടുത്ത് ഓരോ കന്നാസ്, അതും പ്രതിദിനം ഇപ്പോൾ ഓരോ ആവശ്യങ്ങൾക്ക് കുടിക്കാൻ മാത്രമായിട്ടാണെങ്കിൽ പോലും 4, 5 കന്നാസൊക്കെ ഒരു ആഴ്ചയിൽ വേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ
നമുക്കതിനുള്ള വഴികൾ തുറന്നു തരാതെ ഇത്രയും സാഹചര്യങ്ങളിൽ ഇലക്ഷന് മുന്നോടിയായിട്ട് മാത്രം കുടിവെള്ളം എത്തിച്ചു തരാം, അല്ലെങ്കിൽ ഇതൊരു അജണ്ടയായി പ്രഖ്യാപിച്ചുകൊണ്ട് അവരുടെ റിപ്പോർട്ടിൽ കുട്ടനാട്ടിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാമെന്നുള്ളൊരു മനോഭാവം ഇലക്ഷന് മുമ്പായിട്ട് മാത്രമാണ് നമ്മൾ ജനങ്ങൾ കണ്ടിട്ടുള്ളത്. കുട്ടനാട്ടിലെ ഉൾപ്രദേശങ്ങളിൽ ശുദ്ധജലം എത്തിയിട്ട് പതിറ്റാണ്ടുകൾ കഴിഞ്ഞു. പുഞ്ചകൃഷി ആരംഭിച്ചതും തണ്ണീർമുക്കം ബണ്ടിന്റെ ഷട്ടറുകൾ ഓരുവെള്ളത്തെ തുടർന്ന് അടച്ചതും നാട്ടുകാർക്ക് വിനയായി. കടുത്ത വരൾച്ചയെ തുടർന്ന് പൊതുജലാശയങ്ങളിലെയും കിണറുകളിലെയും വെള്ളവും ഉപയോഗശൂന്യമായി. അശാസ്ത്രീയമായ റോഡുകളുടെയും പാലങ്ങളുടെയും നിർമ്മാണ നിമിത്തം ഇടത്തോടുകൾ പല കഷ്ണങ്ങളായി മുറിക്കപ്പെട്ട് ഒഴുക്ക് നിലച്ച് പോളയും കടകലും കയറി മലിനജലം കെട്ടിക്കിടക്കുകയാണ്. മറ്റു മാർഗങ്ങളില്ലാതെ ഈ മലിനജലമാണ് നാട്ടുകാർ ഉപയോഗിക്കുന്നത്. ലൈനുകളിൽ അറ്റകുറ്റപ്പണി നടത്താത്തതിനാൽ കുട്ടനാട്ടിലേക്ക് എത്തുന്ന നാമമാത്രമായ ജലത്തിന്റെ ഏറിയ പങ്കും നഷ്ടമാവുകയും ചെയ്യുന്നു. ഞങ്ങൾ ഇവിടെ താമസം തുടങ്ങിയിട്ട് 25 കൊല്ലമായി. ഇതുവരെയായിട്ടും ഈ വെള്ളം ഞങ്ങൾ നേരത്തെ എല്ലാത്തിനും ഉപയോഗിച്ചിരുന്നത്, കുടിക്കാനും ഇതാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം എന്നാൽ കുറേ നാളായിട്ട് പോള കയറി കിടക്കുന്ന കാരണം കുടിക്കാൻ മാത്രം വേറെ കൊണ്ടുവരും. ബാക്കിയുള്ള ആവശ്യങ്ങൾക്കെല്ലാം ഈ വെള്ളം ഉപയോഗിക്കുന്നത്. തിരുവല്ല കറ്റോട് ജലശുദ്ധീകരണശാലയിൽ നിന്നുമാണ് കുട്ടനാട്ടിലേക്ക് കുടിവെള്ളം എത്തുന്നത്. കുട്ടനാട്ടിലെ കുടിവെള്ള പരിഹാരത്തിനായി നിർമ്മിച്ച കറ്റോട് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ നിന്നെത്തുന്ന ജലത്തിന്റെ ഏറിയ പങ്കും കൊണ്ടുപോകുന്നത് ചങ്ങനാശ്ശേരി, തിരുവല്ല താലൂക്കുകളാണ്. രാമങ്കരി, തലവടി, നീലമ്പേരൂർ, മുട്ടാർ, കൈനകരി പഞ്ചായത്തുകളിൽ കുടിവെള്ള സംഭരണ വിതരണത്തിനായി നിർമ്മിച്ച ഓവർഹെഡ് ടാങ്കുകൾ നോക്കുകുത്തിയായിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. പ്രതീക്ഷയുടെ ഇത്തിരി വെട്ടം അവശേഷിക്കുന്നത് നീരേറ്റുപുറം ജലശുദ്ധീകരണശാലയിലാണ്. നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം കഴിഞ്ഞ് ട്രയൽ റണ്ണും പൂർത്തിയായിട്ടും പ്ലാന്റ് പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. നീരേറ്റുപുറം പ്ലാന്റ് അടിയന്തരമായി പ്രവർത്തനം ആരംഭിക്കുകയും നിലവിലുള്ള പൈപ്പ് ലൈനിൽ കൂടിയെങ്കിലും ജലവിതരണം നടത്തുകയും ചെയ്യാത്ത പക്ഷം കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കുട്ടനാട് വേദിയാകും. കേവല രാഷ്ട്രീയ പടലപ്പിണക്കങ്ങളിൽപ്പെട്ട് കുട്ടനാട്ടുകാരന്റെ കുടിവെള്ള സ്വപ്നം ഒലിച്ചു പോകരുത്. തലയ്ക്കു മീതെ ശൂന്യാകാശം, താഴെ മരുഭൂമി, തപസ്സു ചെയ്യും വാട്ടർ ടാങ്ക് ഞാൻ, ദാഹജലം തരുമോ എന്നാവും രാമങ്കരി വാട്ടർ ടാങ്കിന്റെ പരിവേദനം. തരംതാണ രാഷ്ട്രീയ പടലപ്പിണക്കങ്ങൾക്കിടയിൽ കുടിവെള്ളത്തിൽ നഞ്ചു കലക്കുന്നത് ആരാണ്? അവർ എന്താണ് പരത്തുന്നത്? കുടിവെള്ളത്തിൽ രാഷ്ട്രീയം കലർത്തുന്നവരെ ജനങ്ങൾ തിരിച്ചറിയുന്നു, ഒറ്റപ്പെടുത്തുന്നു എന്നോർമ്മപ്പെടുത്തിക്കൊണ്ട് ക്യാമറാമാൻ വിനോദ് കൈനകരിക്കൊപ്പം KCV ന്യൂസിനു വേണ്ടി ഹരീഷ് കൃഷ്ണൻ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSRTC എംപ്ലോയീസ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി പഞ്ചദിന ധർണ ആരംഭിച്ചു. KSRTC എംപ്ലോയീസ് അസോസിയേഷൻ ഈ മാസം 17 പ്രഖ്യാപിച്ച പണിമുടക്കിന് മുന്നോടിയായാണ് പഞ്ചദിന ധർണ ആരംഭിച്ചത്. പ്രൊമോഷണൽ വ്യവസ്ഥ ലംഘിച്ചവരെ ശിക്ഷിക്കുക, സർവീസ് ക്യാൻസലേഷൻ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ ആരംഭിച്ചത്. CPM ജില്ലാ സെക്രട്ടറി അംഗം P. നാസർ ഉദ്ഘാടനം ചെയ്തു. അതിശക്തമായി എതിർത്ത് തോൽപ്പിക്കുക തന്നെ ചെയ്യും എന്ന് നമുക്ക് ഇത്തരത്തിൽ പറയുകയാണ്. നമുക്കറിയാം, 1982 ആദ്യമായി KSRTCയെ കമ്പനികൾക്ക് തീരുവാൻ അന്നത്തെ ധനകാര്യമന്ത്രിയായിരുന്ന, അന്നത്തെയും ഇന്നത്തെയും ധനകാര്യമന്ത്രിയായിരുന്ന ശ്രീമാൻ KM മാണി 50 ലക്ഷം രൂപ ബഡ്ജറ്റിൽ വകയിരുത്തിക്കൊണ്ട് വയനാട് മേഖലയിലെ യാത്രാ സൗകര്യം വർദ്ധിപ്പിക്കാനെന്നത് വയനാട് കമ്പനിക്ക് രൂപം നൽകുവാൻ തയ്യാറായപ്പോൾ KSRTCയിൽ പണിയെടുക്കുന്ന KSRTC തൊഴിലാളികളെ മുഴുവൻ അണിനിരത്തിക്കൊണ്ട് അസോസിയേഷൻ നടത്തിയ സമര പോരാട്ടങ്ങളാണ് ഈ വ്യവസായത്തെ ഇന്നത്തെ രീതിയിൽ നിലനിർത്തുവാനും കമ്പനിവൽക്കരണ നടപടികളിൽ നിന്നും ആ ഗവൺമെന്റിനെ പിന്തിരിപ്പിക്കുവാനും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഓർക്കണം. ഈ തരത്തിൽ ഓർക്കണം. KSRTCA പ്രസിഡന്റ് PR അജിത് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് KG സിദ്ധൻ, സുനിൽ S. സുരേഷ് കുമാർ, ഫ്രാൻസിസ് ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. സ്ഥലം മാറ്റ കരാർ ലംഘിക്കുന്ന നടപടി അവസാനിപ്പിക്കുക, ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീൻ അഴിമതി അന്വേഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചാണ് ധർണ ആരംഭിച്ചത്. കുട്ടനാട്ടിലെ രൂക്ഷമായ ജലക്ഷാമം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് CPI സംഘടിപ്പിക്കുന്ന ജനപ്രതിനിധികളുടെ ഉപവാസം ഈ മാസം 10 കിടങ്ങറ ജല അതോറിറ്റി ഓഫീസിൽ നടക്കും. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തമ്പി മേട്ടുതറ ഉദ്ഘാടനം ചെയ്യും. ആലപ്പുഴ ജില്ലാ സ്കൂൾ കലോത്സവം 3ാം ദിവസത്തിലേക്ക് കടന്നു. നാടോടി നൃത്തം, കുച്ചിപ്പുടി, മാപ്പിളപ്പാട്ട്, നാടകം തുടങ്ങിയ ഇനങ്ങളിലാണ് മത്സരം നടന്നത്. 10 വേദികളിലായി നടന്നുവരുന്ന മത്സരം 3ാം ദിവസം അവസാനിക്കുമ്പോൾ UP വിഭാഗത്തിൽ കായംകുളവും ആലപ്പുഴയും 1-2 സ്ഥാനങ്ങളിലാണ്. ഹൈസ്കൂൾ വിഭാഗത്തിൽ ചേർത്തല ഒന്നാമതെത്തിയപ്പോൾ 2ാം സ്ഥാനവുമായി ആലപ്പുഴ തൊട്ടുപിന്നാലെയുണ്ട്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ചെങ്ങന്നൂർ 1ാമതും തുറവൂർ വിദ്യാഭ്യാസ ഉപജില്ല 2ാമതുമാണ്.
കിസാൻ ജനത ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുട്ടനാട് പാക്കേജിനെ കുറിച്ച് ഈ മാസം 12-ന് രാമങ്കരിയിൽ സിംപോസിയം നടക്കും. SJD സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷെയ്ഖ് പി ഹാരിസ് ഉദ്ഘാടനം നിർവഹിക്കും. സൂര്യശോഭയിൽ കാവാലം സൂര്യ ക്ലബ്ബ് ആലപ്പുഴ ജില്ലയിലെ മികച്ച യൂത്ത് ക്ലബ്ബായി കാവാലം സൂര്യ യൂത്ത് ഡെവലപ്മെന്റ് സെന്റർ തിരഞ്ഞെടുക്കപ്പെട്ടു. 10,000 രൂപയും പ്രശസ്തി പത്രവും ട്രോഫിയും അടങ്ങുന്ന പുരസ്കാരം ക്ലബ്ബ് സെക്രട്ടറി G ഹരികൃഷ്ണൻ ഏറ്റുവാങ്ങി. ആദർശ് സ്വയം സഹായ സംഘം മുട്ടാർ 8ാമത് വാർഷികം പനമ്പറമ്പിൽ ശിവന്റെ വസതിയിൽ നടന്നു. മുട്ടാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റെജിമോൾ പുരുഷോത്തമൻ ഉദ്ഘാടനം നിർവഹിച്ചു. സഹായിയുടെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന സംഘത്തിന്റെ പുതിയ ഭാരവാഹികളായി PK രാജപ്പൻ, ഹരിദാസ് എന്നിവരെ തിരഞ്ഞെടുത്തു. പാചകവാതക വിലവർദ്ധനവിൽ പ്രതിഷേധിച്ച് മഹിളാ അസോസിയേഷൻ നെടുമുടി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഞ്ഞിവെപ്പ് സമരം സംഘടിപ്പിച്ചു. നെടുമുടി പൂപ്പള്ളി ജംഗ്ഷനിലാണ് അടുപ്പുകൂട്ടി സമരം നടന്നത്. റോഡരികിൽ വിറക് കത്തിച്ച് അടുപ്പുകൂട്ടി ഭക്ഷണം പാകം ചെയ്യുകയായിരുന്നു. പ്രതിഷേധ സമരം നെടുമുടി പഞ്ചായത്ത് പ്രസിഡന്റ് P രത്നമ്മ ഉദ്ഘാടനം ചെയ്തു. ഗ്യാസ് വില ഒരു കാരണവുമില്ലാതെ 220 രൂപ വർദ്ധിപ്പിച്ചുകൊണ്ട് സർക്കാർ തീരുമാനമെടുക്കുകയാണ്. എന്നാൽ അതിനെക്കുറിച്ച് ആരോട് എന്തൊക്കെ ചോദിച്ചാലും അവര് തീർത്തും ഇതിനൊരു സമാനം. എന്നിട്ട് ഒരു വിഭാഗക്കാർ പറയും അവിടെ അങ്ങനെ ഒന്നും കൂട്ടിയിട്ടില്ല, ഇത് വെറുതെ പറയുന്നതാണെന്ന് പറയാണ്. നമുക്ക് നിത്യേന ഉപയോഗിക്കേണ്ട ഈ ഗ്യാസ് യാതൊരു കുഴപ്പവും ഇല്ലാത്ത രീതിയിൽ ആധാർ എടുക്കണമെന്ന് പറഞ്ഞു. ഉടനെ തന്നെ എല്ലാവരും നമുക്കൊക്കെ കുടുംബത്തിൽ നിന്നാണ് കൂടുതലും ഗ്യാസ് കിട്ടുന്നതെന്നുള്ളതുകൊണ്ട് എല്ലാവരും അങ്ങോട്ടോടി ആധാർ എടുത്ത് കൊടുത്ത് അത് ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്തു. അപ്പൊ ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്ത് കഴിഞ്ഞ് 1030 രൂപ കൊടുത്തുകൊണ്ട് ഒരു ഗ്യാസ് കുറ്റി എടുക്കുകയും. യശോദ സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. CPM തകഴി ഏരിയ കമ്മിറ്റി സെക്രട്ടറി K പ്രകാശൻ, KSKTU തകഴി ഏരിയ പ്രസിഡന്റ് K ശ്രീകുമാർ, സെക്രട്ടറി ജോസ് തോമസ് എന്നിവർ സംസാരിച്ചു. എടത്തുവ പഞ്ചായത്ത് 12-ാം വാർഡിൽ പാലക്കുളം വീട്ടിൽ സജി അനധികൃതമായി നിലം നികത്തുന്നതായി പരാതി. KSKTU പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നികത്തിയ പാടത്തേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. എടത്തുവ കോളേജ് ജംഗ്ഷനിൽ നിന്നും മാർച്ച് ആരംഭിച്ചു. തുടർന്ന് നികത്തിയ പാടത്തിന് സമീപം നടന്ന ധർണ KSKTU ജില്ലാ കമ്മിറ്റി അംഗം K ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. നികത്തിയ നിലം പൂർവ്വസ്ഥിതിയിലാക്കണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ K ശ്രീകുമാർ ആവശ്യപ്പെട്ടു. കർഷക തൊഴിലാളി യൂണിയൻ പഞ്ചായത്ത് പ്രസിഡന്റ് K കൊച്ചുമോൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KJ കുഞ്ഞുമോൻ, റെജി P വർഗീസ്, ബെറ്റി ജോസഫ്, ശശീന്ദ്രബാബു, AK ഉത്തമൻ എന്നിവർ സംസാരിച്ചു. അംശാദായ കുടിശ്ശിക വരുത്തി അംഗത്വം നഷ്ടപ്പെട്ട ഭാഗ്യക്കുറി ക്ഷേമനിധി അംഗങ്ങൾക്ക് അത് പുനഃസ്ഥാപിക്കാൻ ഫെബ്രുവരി 28 വരെ അവസരം. 2009 മുതൽ അംശാദായ കുടിശ്ശിക വരുത്തിയവർക്കാണ് അവസരം ലഭിക്കുക. കുടിശ്ശിക കാലയളവിൽ നിർദ്ദിഷ്ട തുകയ്ക്കുള്ള ടിക്കറ്റ് വിൽപ്പന നടത്തിയിട്ടുണ്ടെങ്കിൽ പിഴയോടുകൂടി കുടിശ്ശിക തീർത്തടച്ച് അംഗത്വം പുനഃസ്ഥാപിക്കാമെന്ന് ആലപ്പുഴ ജില്ലാ ലോട്ടറി ക്ഷേമനിധി ഓഫീസർ അറിയിച്ചു. ഇനിയൊരു ഇടവേള. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മളുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി, സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീട് ഉണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ. പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും
2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. മാത്രമല്ല 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയാണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. തുടർ വാർത്തകളിലേക്ക്. കേരളത്തിലെ വിശ്വകർമ്മ തൊഴിലാളികളുടെ വാർദ്ധക്യകാല പെൻഷൻ സ്ത്രീ പുരുഷ ഭേദമന്യേ അർഹരായ എല്ലാവർക്കും 3000 രൂപയായി വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ജനുവരി 8-ന് നിരാഹാര സമരം നടത്തുമെന്ന് വിശ്വകർമ്മ സഭ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് PR ശിവദാസൻ പറഞ്ഞു. KSEB മസ്ദൂർ വർക്കർ തസ്തികയിൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് റാങ്ക് ഹോൾഡേഴ്സ് സമരം തുടങ്ങി. റാങ്ക് ലിസ്റ്റ് വന്ന് മാസങ്ങൾ കഴിഞ്ഞിട്ടും ആലപ്പുഴ ജില്ലയിലെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ആലപ്പുഴ വൈദ്യുതി ഭവന് മുന്നിൽ റാങ്ക് ഹോൾഡേഴ്സ് ധർണ നടത്തി. DYFI ജില്ലാ സെക്രട്ടറി മനു സി പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. കേരള സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള PSC നടത്തിയ പരീക്ഷയിലൂടെ KSEBയിലെ മസ്ദൂർ തസ്തികയിലേക്ക് യോഗ്യരായിട്ടുള്ളവരാ, അവിടെ പ്രസിദ്ധീകരിക്കപ്പെട്ട റാങ്ക് ലിസ്റ്റിൽപ്പെട്ടവരാ. PSC നടത്തിയ പരീക്ഷയിൽ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചു കഴിഞ്ഞാൽ തൊഴിൽ ലഭിക്കുക, ജോലി ലഭിക്കുക എന്നുള്ളത് നമ്മുടെ അവകാശമാണ്. അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരുടെ, റാങ്ക് ഹോൾഡർമാരുടെ അവകാശമാണ് റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചു കഴിഞ്ഞാൽ തൊഴിൽ ലഭിക്കുക എന്നുള്ളത്. അത് സർക്കാരിന്റെയോ PSCയുടെയോ ബന്ധപ്പെട്ട വകുപ്പുകളുടെയോ ഔദാര്യമല്ല, അത് നമ്മുടെ അവകാശമാണ്. പക്ഷെ ഇപ്പോ ഈ 2013 സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? മസ്ദൂർ റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. പത്മകുമാർ, നൌഫൽ, ജയകുമാർ, സിറാഫ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് റാങ്ക് ഹോൾഡേഴ്സ് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർക്ക് നിവേദനം നൽകി. കൈനകരിയിൽ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദന്റെ പരിപാടി റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമ പ്രവർത്തകരെ ആക്രമിച്ച സംഭവത്തിൽ കേരള പത്രപ്രവർത്തക യൂണിയൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി പ്രതിഷേധിച്ചു. ചങ്ങനാശ്ശേരി സേക്രഡ് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ സുവർണ ജൂബിലി ആഘോഷിച്ചു. ജൂബിലി സമ്മേളനം കേന്ദ്രമന്ത്രി KV തോമസ് ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ടാണ് വളരെ പ്രഗത്ഭരായ ഈ സ്ഥാപനത്തിൽ വരണമെന്നും ഇതിന്റെ ആഘോഷ പരിപാടികൾ പങ്കെടുക്കണമെന്നും എന്നോട് ആവശ്യപ്പെട്ടു. ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പായിരുന്ന മാർ മാത്യു കാവുകാട്ട് പിതാവ് ആരംഭിച്ച അപ്പസ്തോലിക് വിദ്യാലയം 1964 അധ്യയനം ആരംഭിച്ചത്. സുവർണ ജൂബിലി സമ്മേളനത്തിൽ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം അധ്യക്ഷത വഹിച്ചു. കേന്ദ്രമന്ത്രി കൊടിക്കുന്നിൽ സുരേഷ് മുഖ്യാതിഥിയായി. ജില്ലാ കളക്ടർ അജിത് കുമാർ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജിംഗ് സ്റ്റഡീസ് പ്രൊഫസർ ഡോക്ടർ ആനന്ദക്കുട്ടൻ, റവറന്റ് ഡോക്ടർ ഫിലിപ്പ് വടക്കേക്കളം, MLA CF തോമസ്, മുനിസിപ്പൽ ചെയർപേഴ്സൺ സ്മിത ജയൻ, ഫാദർ സിറിൽ ചേപ്പില തുടങ്ങിയവർ പങ്കെടുത്തു. ചലച്ചിത്ര താരം ഭരത് മോഹൻലാൽ തിങ്കളാഴ്ച പെരുന്ന NSS ആസ്ഥാനം സന്ദർശിച്ചു. രാവിലെ 10 മണിയോടെ NSS ആസ്ഥാനത്ത് എത്തിയ മോഹൻലാൽ NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം മന്നം സമാധി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് മന്നം മ്യൂസിയവും ആർട്ട് ഗാലറിയും സന്ദർശിച്ചു. സ്കൂൾ പഠനകാലം മുതൽ ഉള്ള ആഗ്രഹമാണ് ഇപ്പോൾ സഫലമായതെന്നും തികച്ചും സൌഹൃദ സന്ദർശനത്തിനാണ് എത്തിയതെന്നും മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ലാൽ മറുപടി നൽകി. എന്തൊക്കെ കാര്യങ്ങളാണ്? സൗഹാർദ്ദപരമായ സന്ദർശനം മാത്രമാണോ അതോ മറ്റു ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ കൂടെ സുഹൃത്താണ് നമ്മുടെ ഗണേഷ് കുമാർ. അദ്ദേഹത്തിന്റെ അങ്ങനെ കോളേജിലൊക്കെ പഠിക്കുന്ന നിർമ്മാതാവായ സുരേഷ് കുമാർ, നടന്മാരായ ശ്രീകുമാർ, കൃഷ്ണപ്രസാദ് എന്നിവരും മോഹൻലാലിന് ഒപ്പമുണ്ടായിരുന്നു. മോഹൻലാലിന്റെ സന്ദർശനം അറിഞ്ഞ നിരവധി ആരാധകരാണ് NSS ആസ്ഥാനത്ത് എത്തിയത്.
നിരണം മരുതൂർക്കാവ് ദേവീക്ഷേത്രത്തിൽ ആണ്ടുതോറും നടത്തിവരുന്ന പ്രതിഷ്ഠാദിന മഹോത്സവവും പൊങ്കാലയും 11ാമത് സപ്താഹവും ഈ മാസം 25 മുതൽ നടക്കുന്നതാണ്. 31-ന് വൈകുന്നേരം 4 മണിക്കാണ് ആറാട്ട് പുറപ്പാട്. കൊടുപ്പുന സെന്റ് ജോസഫ് പള്ളിയിൽ പൂർവിക പാരമ്പര്യത്തെ അനുസ്മരിപ്പിക്കുന്ന ദനഹ തിരുനാൾ ആചരിച്ചു. ഈശോയുടെ മാമോദീസ സ്മരണ പുതുക്കുന്ന ദനഹ തിരുനാൾ ഫാദർ ജേക്കബ് കാട്ടടിയുടെ നേതൃത്വത്തിലാണ് നടന്നത്. പിണ്ടികുത്തി തിരുനാൾ, രാക്കുളി തിരുനാൾ എന്നീ പേരുകൾ അറിയപ്പെടുന്ന ദനഹ തിരുനാൾ വർണ്ണാഭമായ ദീപാലങ്കാരങ്ങളോടുകൂടി ഇടവക സമൂഹം ആചരിച്ചു. ലോകത്തിന്റെ പ്രകാശമായ മിശിഹായെ പ്രകീർത്തിക്കുന്ന ഗാനങ്ങളും ആഘോഷത്തിന് മികവേകി. ഫാദർ ഡോക്ടർ ജോസഫ് തിരുനാൾ സന്ദേശം നൽകി. ജോസ് ജേക്കബ്, ബിജുമോൻ എന്നിവരും ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ശബരിമലയിൽ മകരസംക്രമ പൂജ ഈ മാസം 14 നടക്കുമെന്ന് തന്ത്രി കണ്ഠരര് മഹേശ്വരര് പറഞ്ഞു. മകരവിളക്കിന് മുന്നോടിയായുള്ള ശുദ്ധിക്രിയകൾ 12-ന് തുടങ്ങും. 13-ന് ബിംബശുദ്ധിക്രിയ, 14-ന് ഉച്ചപൂജയ്ക്ക് ശേഷം മകരസംക്രമ പൂജയും വിശേഷാൽ നെയ്യഭിഷേകവും ഉണ്ടാകും. ജനുവരി 14-ന് പകൽ 1:14-നാണ് സംക്രമാഭിഷേകം. 11:45-ന് ആരംഭിക്കുന്ന ഉച്ചപൂജ 12:45-ന് അവസാനിക്കും. തുടർന്ന് മകരസംക്രമ പൂജയ്ക്കുള്ള ഒരുക്കം ആരംഭിക്കും. വൈകിട്ട് തിരുവാഭരണം ചാർത്തി ദീപാരാധനയും തുടർന്ന് മകരദീപവും തെളിയും. മകരവിളക്കിന്റെ എല്ലാ കർമ്മങ്ങളും തന്ത്രിയുടെ നേതൃത്വത്തിലാണ് നടക്കുക. ചരമവാർത്തകൾ. കുന്നങ്കേരി പുത്തൻപുരയിൽ രാജമ്മ നിര്യാതയായി 74 വയസ്സായിരുന്നു സംസ്കാരം നടത്തി. വെളിയനാട് മംഗൽപ്പള്ളി വീട്ടിൽ കെ ശിവൻ നിര്യാതനായി 72 വയസ്സായിരുന്നു സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മലയാളത്തിന്റെ വെള്ളി നക്ഷത്രത്തിന് ഇനി ശാന്തി കവാടത്തിൽ നിദ്ര. പത്മശ്രീ KP ഉദയഭാനുവിന് അന്ത്യാഞ്ജലി. പാചകവാതക വില വർധനവിനും ആധാർ കാർഡിനുമെതിരെ CPM പ്രതിഷേധം. കുട്ടനാട്ടിൽ കുടിവെള്ള പ്രശ്നം രൂക്ഷമാകുന്നു. കനത്ത വരൾച്ചയും തണ്ണീർമുക്കം ബണ്ട് താഴ്ത്തിയതും ജലലഭ്യതയ്ക്ക് തിരിച്ചടിയായി. KSRTC എംപ്ലോയീസ് അസോസിയേഷൻ പണിമുടക്കിന് മുൻപായി 5 ദിന ധർണ ആരംഭിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.